നാഗ്പൂരിൽ RSS ആസ്ഥാനത്തിന് സമീപം സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തി. ആസ്ഥാന മന്ദിരത്തിന് 2 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഒരു വീടിന്റെ പൂന്തോട്ടത്തിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയത്. 15 ജലാറ്റിൻ സ്റ്റിക്കുകൾ, 8 കണക്ടറുകൾ തുടങ്ങിയവ അടക്കമാണ് കണ്ടെത്തിയിരിക്കുന്നത്. നാഗ്പൂർ നഗരത്തിൽ ഹൈ അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. RSS ആസ്ഥാനത്തും പ്രധാന ആരാധനാലയങ്ങളിലും പരിശോധന കർക്കശമാക്കിയിട്ടുണ്ട്. നന്ദഗോപൻ ചേരുകയാണ് വിശദാംശങ്ങളുമായി. നന്ദൻ, എത്രത്തോളം ജാഗ്രതയിലാണ് നഗരം ഒന്നാകെ? പരിശോധനകൾ, നടപടികൾ എങ്ങനെ പുരോഗമിക്കുന്നു ഇപ്പോൾ? സുരേഷ്, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ നാഗ്പൂരിലെ കേന്ദ്ര ആസ്ഥാനത്തിന് സമീപമാണ് ഈ വൻതോതിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയത്. ആസ്ഥാന മന്ദിരത്തിന് ഏകദേശം ഒരു 2 കിലോമീറ്റർ അകലെയുള്ള CA റോഡിൽ ഒരു വീടിന്റെ പൂന്തോട്ടത്തിലാണ് ഉപേക്ഷിക്കേണ്ട നിലയിൽ ഒരു ബാഗ് കണ്ടെത്തിയത്. ആ ബാഗിനുള്ളിലായിരുന്നു ഈ സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നത്. 15 ജലാറ്റിൻ സ്റ്റിക്കുകളുണ്ട്, 50ലധികം ഡിറ്റനേറ്ററുകളുണ്ട്, അതേപോലെ തന്നെ 8 കണക്ടറുകൾ എന്നിവയാണ് പോലീസ് കണ്ടെടുത്തിട്ടുള്ളത്. ഈ സംഭവത്തെ തുടർന്ന് നഗരത്തിൽ ഹൈ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. RSS ആസ്ഥാനം, അതേപോലെ തന്നെ പ്രധാന ആരാധനാലയങ്ങൾ എന്നിവിടങ്ങളിൽ സുരക്ഷാ പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ബോംബ് ഡിസ്പോസൽ സ്ക്വാഡും അതേപോലെ തന്നെ ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. കഴിഞ്ഞ ഏറെ നാളുകളായി ഈ ബാഗ് ഇവിടെ ഉണ്ടായിരുന്നതായിട്ടാണ് ഒരു പ്രാഥമിക നിഗമനം. ഇതിന് പിന്നിൽ ഭീകരവാദ ബന്ധമുണ്ടോ എന്നതിനെ കുറിച്ചൊക്കെ പോലീസ് വിശദമായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും പ്രത്യേക അന്വേഷണ സംഘം ഇതിനായി രൂപീകരിച്ച് അന്വേഷണവുമായി മുന്നോട്ട് നീങ്ങുകയാണ്. RSS ആസ്ഥാനത്തിന് സമീപമാണ് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയിരിക്കുന്നത്. അതീവ ജാഗ്രതയിലാണ് നഗരം. ഡൽഹിയിൽ നിന്നും നന്ദഗോപനാണ് വിശദാംശങ്ങൾ.